ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിങ് മോം യൂട്യൂബ് ചാനൽ. എൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഞാൻ പ്രഗ്നൻസിയുടെ ഒരു വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഏർലി സ്കാനിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ. ഏർലി സ്കാൻ എന്നല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ എന്നാണ് ഈ ഫസ്റ്റ് സ്കാനിനെ പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ വൺസ് മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ ഏർലി സ്കാനിനെ പറ്റിയിട്ടാണ്. ഡിഫൈൻ ഏർലി സ്കാൻ ഓർ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ UPT കിറ്റ്, നമ്മുടെ പീരീഡ്സ് തെറ്റിയതിന് ശേഷം UPTയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് യൂറിനൽ പ്രഗ്നൻസി ടെസ്റ്റ് ആദ്യം ചെയ്ത് കഴിഞ്ഞ് ഡബിൾ ലൈൻ മാർക്ക് വീഴുമ്പോൾ നമുക്കത് കൺഫേം ആവും. കൺഫേം ആയതിനു ശേഷം നമ്മളത് നേരെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ കൺസൾട്ട് ചെയ്തുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് ആദ്യത്തെ ഏർലി സ്കാൻ ആയിരിക്കും എഴുതി തരുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു എഴുതി തന്നിരുന്നത്. ആദ്യം ഡോക്ടർ ഏർലി സ്കാനും പിന്നെ ബ്ലഡ് ടെസ്റ്റും, ഇത് രണ്ടുമാണ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതി തന്നിരുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ ചെയ്തായിരുന്നു. പിന്നെ ഏർലി സ്കാനിങ് എനിക്ക് ഇച്ചിരി കൗതുകം കൂടുതലായതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോയി ഡോക്ടർ എഴുതുന്നതിൻ്റെ അന്ന് തന്നെ പോയി ചെയ്തു. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ 2 months ആയപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റാണ്. അത്രയും നാൾ ഞാൻ അത് അറിഞ്ഞില്ല. ഡാൻസും കാര്യങ്ങളായതുകൊണ്ട് അത്ര പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് എൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ടെസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു 7 to 5 weeks അത്രയും വീക്സ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഉള്ളിലുള്ള ബേബിയുടെ വീക്സ് എങ്ങനെ വന്നാലും ഒരാഴ്ച പിന്നിലോട്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് വീക്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏർലി സ്കാൻ ചെയ്യുന്നത്. ബേബി എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ, പിന്നെ ട്യൂബിലാണോ, വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത് എന്തായാലും ഡോക്ടർ ഇത് ഏർലി സ്കാൻ നമുക്ക് ചെയ്യും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്കാൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഞാനൊരു അമ്മ സ്കാനിങ് സെൻറ്ററിൽ ടൈപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്നു. റേഡിയോളജിസ്റ്റിൻ്റെ ടൈപ്പിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ മുന്നേ അറിയാമായിരുന്നു. ചിലവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റില്ല ഇയർലി സ്കാൻ എങ്ങനെ ചെയ്യുന്നതെന്നും അത് പെയിൻ ഉണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയാവും. ഒരു വലിയൊരു സ്റ്റിക്ക് പോലത്തെ ആയിരിക്കുള്ളൂ. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര പെയിനും കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കും വേണ്ട, പെയിനും കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. UPT കിറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് യൂറിനൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് ഡബിൾ ലൈൻ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ നമുക്ക് ഭയങ്കര വയറുവേദന വന്നാലോ, മുന്നേ ട്യൂബിലുള്ളവർക്കാണെങ്കിലോ അങ്ങനെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇത് സാധാരണ ഏർലി സ്കാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ നമ്മൾ നേരെ ആദ്യം വിടുന്നത് ഏർലി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 to 8 weeksനുള്ളിലും ഈ സ്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ബേബീസിൻ്റെ 8 weeksനുള്ളിലായിരിക്കുള്ളൂ ഏർലി സ്കാൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ DDC എന്ന് പറയും, കൊടുങ്ങല്ലൂർ DDC എന്ന് പറഞ്ഞ ഒരു സ്കാനിങ് സെൻറ്ററിലായിരുന്നു എൻ്റെ ആദ്യത്തെ സ്കാൻ ചെയ്തത്. ആ സ്കാൻ ചെയ്ത ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുമ്പേ ഒരു 6 to 8 weeksനുള്ളിലും ഈ സ്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ബേബീസിൻ്റെ 8 weeksനുള്ളിലായിരിക്കുള്ളൂ ഏർലി സ്കാൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ DDC എന്ന് പറയും, കൊടുങ്ങല്ലൂർ DDC എന്ന് പറഞ്ഞ ഒരു സ്കാനിങ് സെൻറ്ററിലായിരുന്നു എൻ്റെ ആദ്യത്തെ സ്കാൻ ചെയ്തത്. ആ സ്കാൻ ചെയ്ത ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുമ്പേ ഞാൻ പ്രിപ്പയർഡായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് എനിക്കത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്കാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര വലിയ പേടിക്കാനൊന്നുമില്ല. നമ്മൾ റിലാക്സ് ആയിട്ട് കിടന്ന ടൈമിൽ കാലിൽ 2 മുട്ടുകളും നന്നായിട്ട് പൊന്തിച്ച് 2 വശത്തേക്കായിട്ട്
വെക്കുക. ഇപ്പം ഇതാണ് നമ്മുടെ കാലുകളെങ്കിൽ ഇങ്ങനെ അകത്തി വെക്കുക. ഇങ്ങനെ അകത്തി വെച്ച് കഴിയുമ്പോൾ വജൈനൽ ടെസ്റ്റാണ് വജൈനലായിട്ടാണ് നമ്മളിത് ഉള്ളിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടുന്നത്. അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർ ബോധം കിടും. പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് അതങ്ങനെ തന്നെ ഇൻഹെയിലും എക്സെയിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ പകുതി പെയിൻ ഉണ്ടാവില്ല അതിൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ അറിയില്ല, പെയിൻ ഒട്ടും അറിയത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻഹെയിൽ എക്സെയിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കാമായിട്ടിരിക്കുക, വേറെ എന്തെങ്കിലും മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കാണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനവിടെ സ്കാനിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ സ്കാനിൽ ഞാൻ പനമ്പള്ളി നഗറിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ഇതിന് കിടന്ന് തരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലവരുടെ പ്രൈവറ്റ് പാർട്ടാണ്. അപ്പോൾ അത് കാണിക്കാനുള്ളൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഞാൻ കുറേ നേരം കാല ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലവർ പേടിച്ചിട്ട് ഓപ്പൺ ചെയ്യത്തില്ല. അപ്പം നമുക്ക് സ്കാൻ എന്തായാലും ചെയ്യേണ്ടതാണ്, നമുക്കറിയണം. അപ്പം നമ്മൾ ധൈര്യമായിട്ട് നിന്ന് കൊടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കാലകത്തി വെച്ച് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചില ഇത് ബലം പിടിച്ചിരിക്കും, ഭയങ്കരമായിട്ട് ബലം പിടിച്ചിരുന്നാൽ ഒരിക്കലും നടക്കത്തില്ല ഇത് ചെയ്യാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടായിരിക്കും ബലം പിടിക്കണം. അപ്പോൾ ഈ ബലം പിടിക്കുന്ന ടൈമിൽ നമുക്കിത് ഉള്ളിലേക്ക് വജൈനൽ ചെയ്യാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ആവും. അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ബലം പിടിക്കുന്നതനുസരിച്ച് അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു വജൈനൽ ടെസ്റ്റ് ഉള്ളിലേക്കുള്ള ഇൻറ്റേർണൽ ചെയ്യാൻ പറ്റത്തില്ല, ഈ സ്കാനിങ് ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞാൽ നല്ല കൂളായിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സ്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്കാൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ സ്കാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ബേബി കുഴപ്പമില്ല, ഓക്കെ ആണെന്നുള്ള മൈൻഡിലൊക്കെ നമുക്കുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേബി വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അവരെന്തായാലും ഡോക്ടർ എന്തായാലും ടൈപ്പിംഗ് അസിസ്റ്റൻറ്റിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ടൈപ്പിംഗ് അസിസ്റ്റൻ്റ് അത് അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മുന്നിരുന്ന പേഷ്യൻറ്റിൻ്റെയും വേഗം ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും വേഗം ടൈപ്പ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ അത് ചിലപ്പോൾ അവരുടെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല. എന്നാലും ഡോക്ടർ കേൾക്കാൻ എന്തൊക്കെയായിരിക്കും പറയണേക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഞാൻ വെറുതെ ശ്രദ്ധിച്ചിരുന്നായിരുന്നു. ഇരുന്ന ടൈമിൽ ഡോക്ടർ വേഗം ട്വിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ട്വിങ് എൻ്റെ ആയിരിക്കത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് കാര്യത്തിനും അതിനെ പറ്റിയിട്ട് ബോധപ്പെടാവണം എന്ന് വിചാരിച്ചിരുന്നു ഞാനതിൽ. അപ്പം ഞാനതൊന്നും കൂളായിട്ട് തന്നെ ഇരുന്നു, എൻ്റെ അല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി ബോധപ്പെടാവേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വേഗം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് പെൺകുട്ടി എൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് പറയുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് എന്ത് പണ്ടാരം എൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് പറയുന്നത്, സാധാരണ എല്ലാവരും ഇരുന്ന് പോകണമല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇത്ര വേറെ എക്സ്ട്രാ ഒരു കൺഗ്രാറ്റ്സ് പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പറയണത് ടിങ്സാണ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധാരണ ഇതൊരു ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു അപൂർവമാണ്. അതായത് നമുക്കൊരു പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ അങ്ങനെ റിലേറ്റീവ്സിനോ ആർക്കും തന്നെ ഒരു ടിങ്സ് എന്ന് പറയുന്നത് അറിയില്ല. സാധാരണ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടെങ്കിലായിരിക്കും കൂടുതൽ എനിക്ക് വരിക. അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ഇങ്ങനെ വന്നു എന്നുള്ളത് കാര്യം എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. മിക്കവർക്കും ടിങ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ട്വിൻസ് എന്നൊക്കെ പറയാൻ എനിക്ക് ആദ്യമായിട്ടാണല്ലോ ഒരു അനുഭവം. അപ്പോൾ ട്വിൻസിന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുഴപ്പമില്ല, നോർമലായിരുന്നു. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ ഒരു എഗ്ഗ് റിലീസാവുന്നു. ഈ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു എഗ്ഗായിരിക്കും റിലീസാവുന്നത്. അത് നേരെ മറിച്ചൊരു 2 എഗ്ഗ് വരുമ്പോൾ, അതായത് എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയായിരുന്നു, 2 എഗ്ഗായിരിക്കും റിലീസാവുന്നത്. ഈ 2 എഗ്ഗ് അവിടെ ഇരുന്ന് ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ട്വിങ് ആയിട്ട് മാറുന്നത്.
അതായത് രണ്ടിലും രണ്ട് എഗ്സിലും രണ്ട് ബേബീസ് ആയിരിക്കും. അത് ചിലപ്പോൾ അതായത് രണ്ടിലും രണ്ട് പ്ലാസൻ്റെയും ആയിരിക്കും. ചിലപ്പോൾ ഒരാണും ഒരു പെണ്ണും ആയിരിക്കും, ചിലപ്പോൾ രണ്ടാണായിരിക്കും, ചിലപ്പോൾ രണ്ട് പെണ്ണായിരിക്കും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കില്ല, ഇത് ഐഡൻറ്റിറ്റിക്കൽ ടിൻസേ ആയിരിക്കത്തില്ല. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് നല്ലൊരു വ്യത്യസ്തത തന്നെ ഉണ്ടാവും. എൻ്റെ ബേബീസിന് അങ്ങനെ തന്നെയാണ്, ഫേസ് ആയിട്ടും സമയമില്ല. രണ്ടുപേരും ബോയ്സാണ്, പക്ഷേ ഭയങ്കര വ്യത്യാസം, എന്തെങ്കിലും ഒരു വ്യത്യാസം തന്നെ ബേബീസിനുണ്ടാവും. ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ അവർ പക്ക കോപ്പിറൈറ്റ് പോലെ ആയിരിക്കും അവരുടെ ഫേസ് ഇരിക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ട്വിൻസിനെ നമ്മൾ ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയും. അതായത് രണ്ട് പ്ലാസിൻ്റെ രണ്ട് സാക്കിൻ്റെ ഉള്ളിൽ രണ്ട് ബേബീസിൻ്റെയും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും, ഒരേപോലത്തെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരാണായിരിക്കും, പെണ്ണായിരിക്കും, അല്ലെങ്കിൽ രണ്ടാണായിരിക്കും, ചിലപ്പോൾ രണ്ട് ഗേളായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഡൈസൈഗോട്ടിക് ട്വിൻസ് ആയിരുന്നു. എനിക്ക് രണ്ട് പ്ലാസൻ്റ ഉണ്ടായിരുന്നു, രണ്ട് സാക്കും ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇതൊക്കെ അറിയാൻ സാധിച്ചത് ഏതിലൂടെയാണ്? എയർലി സ്കാനിങ്ങിലൂടെയാണ്. എയർലി സ്കാൻ ചെയ്ത ടൈമിലാണ് നമുക്കിതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരും. എയർലി സ്കാൻ എന്ന് പറയുമ്പോൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം എങ്ങനെയാണ്, അതായത് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാത്തിലും അതിൽ നമുക്ക് റിപ്പോർട്ടിലുണ്ടാവും. എത്ര വീക്സ് ആയിരുന്നു, കുട്ടി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ഫോം ചെയ്തേക്കുന്നതൊക്കെ കറക്റ്റാണോ, ട്യൂബിലാണോ അല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർ നമുക്ക് നെക്സ്റ്റ് സ്കാനിലേക്ക് 6 ആഴ്ചയുടെയും 7 ആഴ്ചയുടെയും ഉള്ളിലായിരിക്കും നമുക്ക് ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാൻ വരുന്നത്. ഞാൻ അവിടെ ഇരുന്ന ടൈമിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 7.5 വീക്സ് ആയിരുന്നു അതിൽ കാണിച്ചിരുന്നത്. പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി അതിനുള്ളിൽ ഫോം ചെയ്തിരുന്ന നമുക്ക് ഒരു ആഴ്ച വീക്ക് ഉണ്ടാവുമല്ലോ ബാക്കിലോട്ട്. അപ്പോൾ എനിക്ക് 6.5 വീക്സ് ആയിരുന്നു കറക്റ്റ്ലി വീക്ക് അതിൽ കാണിച്ചിരുന്നത് ബേബീസിൻ്റെ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. 6 ആഴ്ചയുടെയും 7 ആഴ്ചയുടെയും ഉള്ളിലായിരിക്കും നമുക്ക് ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാൻ വരുന്നത്. ഞാൻ അവിടെ ഇരുന്ന ടൈമിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 7.5 വീക്സ് ആയിരുന്നു അതിൽ കാണിച്ചിരുന്നത്. പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി അതിനുള്ളിൽ ഫോം ചെയ്തിരുന്ന നമുക്ക് ഒരു ആഴ്ച വീക്ക് ഉണ്ടാവുമല്ലോ ബാക്കിലോട്ട്. അപ്പോൾ എനിക്ക് 6.5 വീക്സ് ആയിരുന്നു കറക്റ്റ്ലി വീക്ക് അതിൽ കാണിച്ചിരുന്നത് ബേബീസിൻ്റെ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഏർലി സ്കാൻ റിപ്പോർട്ടിൽ എൻ്റെ രണ്ട് സാക്കി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഞാൻ ഫോട്ടോക്ക് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടൊരു കുഞ്ഞെന്ന് പറയാം, ഒരു അരിമണിയുടെ അത്രയും കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു പരമണിയുടെ അത്രയുള്ള രണ്ട് കുഞ്ഞ് ഡോട്ട് പോലെ, രണ്ട് സാക്കിൽ രണ്ട് ഡോട്ട് പോലെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനവിടെ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഇയർലി സ്കാൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇയർലി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്കാനൊന്നും അല്ല, ഇത് നോർമൽ തിങ്, ഇത് വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ ഇയർലി സ്കാൻ റിപ്പോർട്ടിൽ എൻ്റെ രണ്ട് സാക്കി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഞാൻ ഫോട്ടോക്ക് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടൊരു കുഞ്ഞെന്ന് പറയാം, ഒരു അരിമണിയുടെ അത്രയും കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു പരമണിയുടെ അത്രയുള്ള രണ്ട് കുഞ്ഞ് ഡോട്ട് പോലെ, രണ്ട് സാക്കിൽ രണ്ട് ഡോട്ട് പോലെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനവിടെ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഇയർലി സ്കാൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇയർലി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്കാനൊന്നും അല്ല, ഇത് നോർമൽ തിങ്,
ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. നമുക്കത് എന്തായാലും ചെയ്താലേ ഇനി അടുത്ത സ്കാനിലേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് തന്നെ ഈ സ്കാൻ ധൈര്യമായിട്ട് ചെയ്യും. ഞാൻ പറയുകയാണ്, ഇപ്പോഴും പറയുകയാണ്, നമ്മൾ നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൻ തന്നെയാണ്. ചിലവർക്ക് കണ്ട പേടി, ഞാൻ ഒരു എന്താ പറയുക, ഒരു 98% പെണ്ണുങ്ങൾക്ക് പേടിയില്ലാത്തവരുണ്ടാവും. ഞാൻ പറയാൻ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ കാര്യമാണ്. അവർക്കൊന്നും ചിലവരായിരുന്നു ഞാൻ ചെയ്തിരുന്ന സമയത്തൊക്കെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ചെയ്യാനുള്ള ഒരു ഷെയിമാണോ അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അവരോടാണ് ഞാനീ പറയുന്നത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൻ. അതുകൊണ്ട് ഇനി അമ്മമാരാകാൻ പോകുന്ന എൻ്റെ അമ്മമാർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ബേബീസ് എണീക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതെന്താ മൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഇയർലി സ്കാനിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇനി ഞാൻ വേറൊരു സ്കാനിൻ്റെ കാര്യം പറഞ്ഞ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.